ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അതിൽ റാഷണൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി? മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എ ഇൻറ്റു ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി. സെക്കൻഡും തേർഡും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഫസ്റ്റ് ആൻഡ് ടു ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ആൻസറിനോട് തേർഡ് വൺ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം കിട്ടും. ആണോ? സെയിം ആണോ? എങ്കിൽ അത് അസോസിയേറ്റീവ് ആണ്. നമുക്ക് നോക്കാം അസോസിയേറ്റീവ് ആണോ നോക്കാം. -7/3 ഇൻറ്റു 5/4 ഇൻറ്റു 2/9. എപ്പോഴും പറയുന്നത് പോലെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക. അപ്പം ഞാൻ -7/3 അതുപോലെ തന്നെ എഴുതി ബ്രാക്കറ്റ് ചെയ്യാൻ പോവാം. എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക, ഫ്രാക്ഷനൊക്കെ ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ തന്നെയാണല്ലോ, റാഷണൽ നമ്പേഴ്സ് ഇങ്ങനെയല്ലേ, ന്യൂമറേറ്ററിലും ഡെനോമിനേറ്ററിലും എന്തെങ്കിലും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന്. ഉണ്ടല്ലോ. 2ഉം 4ഉം 2ന്റെ മൾട്ടിപ്പിൾസാണ്. അപ്പം ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്യുക. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ചെറുതായി വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നതായിരിക്കും. അതായത് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. നോക്കിയേ, ഇവിടെ 1 2 ഇൻറ്റു 2 ഇനി വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം 5 ഇൻറ്റു 1 5/9 ഇൻറ്റു 80. ഓക്കെ, ഇവർ തമ്മിൽ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 5/80. ഇനി ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ മക്കളെ? ഒന്നുമില്ലല്ലേ, ആരുടെ മൾട്ടിപ്പിൾസ് അല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക. ന്യൂമറേറ്റർ തമ്മിൽ -7 ഇൻറ്റു 5 -35 അല്ലേ, പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്. ഇവിടെ എത്ര വരും? 3 24 2 54 -35/54. ഇതൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, ആരുടെയും മൾട്ടിപ്പിൾസ് ഒന്നുമല്ല. അപ്പോൾ ആൻസർ എന്താണ്? -35/54. ഇനി നമുക്ക് അടുത്ത രീതി നോക്കണ്ടേ? ആരൊക്കെ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ആദ്യം കാൽക്കുലേഷൻ ബ്രാക്കറ്റ് ഇട്ടു, എന്നിട്ട് ആ ആൻസർ തേർഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ ആരെങ്കിലും മൾട്ടിപ്പിൾസ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നേരിട്ട് അങ്ങ് ചെയ്യുക. 7 ഇൻറ്റു 5 35. 5 ആണോ 35 ആണോ? മൈനസും പ്ലസും കൂടെ ചെയ്ത് 4 ഇൻറ്റു 3 12 ഇൻറ്റു 2/9. ഇവിടെ നമുക്ക് ക്യാൻസൽ ഉണ്ട്, ക്യാൻസൽ ചെയ്യാം അല്ലേ? ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? 2ഉം 12ഉം കൂടെ. 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് 1 9 6 6 ഇൻറ്റു 2 12. ഇനി ആരെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുക. -35 ഇൻറ്റു 1 -35. 35 ഇൻറ്റു 1 35 മൈനസും പ്ലസും. 9 ഇൻറ്റു 6 കിട്ടിപ്പോയി. -35/54 ആണ് രണ്ട് രീതി ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പം ഇവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്നാ എഴുതാം? റാഷണൽ നമ്പേഴ്സ് ഏതില്? അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് എന്താണ്? അസോസിയേറ്റീവ്. അപ്പൊ അസോസിയേറ്റീവ് ആണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ, അപ്പൊ നിങ്ങൾ വിചാരിക്കത്തില്ല ഇതൊന്നും ഇതൊക്കെ ചെയ്യിച്ച് നോക്കുന്നത്, ഇങ്ങനെ ചെയ്യിച്ച് എപ്പോഴും നോക്കുന്നതെന്ന് അസോസിയേറ്റീവ് ആണോ? അതായത് നമുക്കൊരു പ്രോബ്ലം കിട്ടുമ്പോൾ, വലിയൊരു പ്രോബ്ലം കിട്ടുവാണ്, ഇതുപോലെ 3 4 5 എണ്ണം ഒക്കെ ഉള്ള ഫ്രാക്ഷൻസ് ഇട്ട് അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് ഇട്ട് പ്രോബ്ലം കിട്ടുമ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കണം. അല്ല, നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ അതായത് ഞാൻ അങ്ങനെ എങ്ങനെ ഇട്ട് ചെയ്താലും, അതായത് ആദ്യത്തെ 2 എണ്ണം ഒരുമിച്ച് ചെയ്താലും അവസാനത്തെ 2 എണ്ണം ഒരുമിച്ച് ചെയ്താലും ആൻസർ ശരിയാണോ എന്ന് അറിയണ്ടേ? അറിയാമെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്തു പോയിട്ടില്ല കാര്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഇങ്ങനത്തെ റാഷണൽ നമ്പേഴ്സ് എത്ര എണ്ണം വന്നാലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് അസോസിയേറ്റ് ചെയ്ത് 2 എണ്ണോ 3 എണ്ണോ ഒക്കെ വെച്ച് ആദ്യത്തെ 2 എണ്ണോ അവസാനത്തെ 2 എങ്ങനെ വെച്ച് വേണമെങ്കിലും അസോസിയേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോകാമെന്ന് ഇപ്പോൾ പഠിച്ചില്ലേ? അതിനുവേണ്ടി ഇതൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഡിവിഷനിൽ നോക്കാൻ പറയണം. 1/2 ഡിവൈഡഡ് ബൈ 1/3 ഡിവൈഡഡ് ബൈ 2/5. എക്സാമ്പിൾ ആട്ടോ. അപ്പം ഇതിൻ്റെ എന്നായിരിക്കും വരണ്ടേ? A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C എന്ന് പറഞ്ഞാൽ A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C ആണോ എന്ന് നോക്കാൻ പോവാം. ഓക്കെ, ആദ്യത്തെ പോലെ ബ്രാക്കറ്റ് ചെയ്യാൻ പോവാണ്. 1/2 ഡിവൈഡഡ് ബൈ. ഓക്കെ, നമുക്ക് ഡിവിഷൻ ഉണ്ടോ? ഡിവിഷനിൽ റാഷണൽ നമ്പേഴ്സിൽ അല്ലെങ്കിൽ ഫ്രാക്ഷനിൽ ഡിവിഷൻ ഉണ്ടോ? ഇല്ല. റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ മക്കളെ? ഇവിടെ തൊട്ട് മാറുക. നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് ചെയ്യുന്ന പോലെ ഇവിടെ തൊട്ട് സൈൻ അങ്ങ് മാറുക. ഡിവിഷനിലാകും മൾട്ടിപ്ലിക്കേഷൻ. ഇത് തിരിഞ്ഞ് വരും. 5/2 കണ്ടോ? തിരിഞ്ഞ് വന്നു. ഓക്കെ, ആൻസർ എഴുതാം. ഇസ് ഈക്വൽ ടു 1/2 ഡിവൈഡഡ് ബൈ. ഇപ്പൊ എന്തെങ്കിലും ക്യാൻസൽ ആക്കാനുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ 5 ഇൻറ്റു 1 5, 3 ഇൻറ്റു 2
6. ഇവിടെ വന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ വന്നു, റെസിപ്രോക്കൽ കാണണം. 1/2 ഇൻറ്റു 6/5. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം മക്കളെ. 2ഉം 6ഉം കൂടെ 3 ആണ് അല്ലേ? അപ്പം ആൻസർ എത്രയാണ്? 3/5. ആൻസർ എന്നാ വന്നു? 3/5. മൈനസ് സൈൻ ഉണ്ടായിരുന്നു. ഓക്കെ, 1/2 1/3 ഇല്ല, നമുക്കിവിടെ ഒരു മൈനസ് സൈൻ വിട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, 3/5. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇവർ തമ്മിൽ ചെയ്യാൻ പോവാണ്. 1/2 ഡിവൈഡഡ് ബൈ 1/3 അല്ലേ? ആദ്യത്തെ രണ്ടെണ്ണം ഡിവൈഡഡ് ബൈ 2/5. ഇവരെ തമ്മിൽ ചെയ്തേ നമ്മൾ ചെയ്യുന്ന പോലെ റെസിപ്രോക്കൽ, കാരണം ഡിവിഷൻ ഇല്ലാത്തതുകൊണ്ട് റെസിപ്രോക്കൽ കണ്ടു. ഡിവൈഡഡ് ബൈ 2/5 മൾട്ടിപ്ലൈ ചെയ്തേ. 3 ഇൻറ്റു 1 3, 2 ഡിവൈഡഡ് ബൈ 2/5 എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ ബാക്കി എന്നാ ചെയ്യും? 3/2. ഇവിടെ തൊട്ട് തന്നെ ചെയ്യണം, റെസിപ്രോക്കൽ കാണണം അല്ലേ? തിരിഞ്ഞ് വരും 5/2. അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് വേറെ എന്തെങ്കിലും ക്യാൻസൽ ആക്കണ്ടോ? ഇല്ല. 15/4. ആൻസർ എന്നാ വന്നേക്കുന്നത്? 15/4 എന്നും ഇവിടെ നമുക്ക് എന്നാ കിട്ടിയത്? 3/5 എന്നും. സെയിം കിട്ടിയോ? ഇല്ല. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഡിവിഷൻ ഇല്ല, അതുകൊണ്ട് റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഫ്രാക്ഷൻ്റെ കേസ്. അപ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ലാസ്റ്റ് എന്നാ എഴുതും? റാഷണൽ നമ്പേഴ്സ് എഴുതണോ? ഞാൻ ഫുള്ള് മടിയ അല്ലേ? എഴുതിക്കോ. റാഷണൽ നമ്പേഴ്സ് ഏതാണ്? അണ്ടർ ഏതിലാണ്? ഡിവിഷൻ. അണ്ടർ ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് എന്ന് നമുക്ക് കിട്ടി. അപ്പം മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. അതേപോലെ നമുക്ക് മുമ്പ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി അഡീഷൻ അസോസിയേറ്റീവ് ആണ്. സബ്ട്രാക്ഷനും ഡിവിഷനും അസോസിയേറ്റീവ് അല്ല. ഈ കൊടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അഡിറ്റീവ് ഐഡന്റിറ്റി നമുക്കറിയായിരുന്നു. അഡിറ്റീവ് ഐഡന്റിറ്റി നമ്മൾ പഠിച്ചായിരുന്നു. എന്നായിരുന്നു അഡിറ്റീവ് ഐഡന്റിറ്റി? ഇൻഡിജേഴ്സിന്റെ ഒക്കെ കേസിൽ. അപ്പൊ ആരുടെ കേസിലും അഡിറ്റീവ് ഐഡന്റിറ്റി ഏതായിരിക്കും? 0. അതായത് ഇപ്പൊ നോക്കിയേ, -7/2 + 0 എന്ന് പറഞ്ഞാൽ -7/2 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. സെയിം ആൻസർ കിട്ടുന്നത് അല്ലേ? നമുക്ക് സെയിം, അതായത് നമ്മുടെ റാഷണൽ നമ്പർ ആണ് ഇവിടെ, ആ റാഷണൽ നമ്പർ തന്നെ കിട്ടുന്നത് ആരുമായിട്ട് ആഡ് ചെയ്യുമ്പോഴാണ്. അവരെയാണ് നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആരുമായിട്ട് ആഡ് ചെയ്യുമ്പോഴാണ്? 0 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ എപ്പോഴും അഡിറ്റീവ് ഐഡന്റിറ്റി ഏതായിരിക്കും? 0. അതുപോലെ ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഏതായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി പറഞ്ഞാൽ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം തന്നെ കിട്ടും. മനസ്സിലായി? ആരെ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ സെയിം തന്നെ കിട്ടും, അവരാണ് അഡിറ്റീവ്. ഇപ്പൊ നമുക്കറിയാം 0 ആയിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് സെയിം തന്നെ കിട്ടുന്നത്. ഇനി ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സെയിം തന്നെ കിട്ടുന്നത്? നമുക്കറിയാം 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സെയിം നമ്പർ. എന്നാ ചെയ്താലും ഇപ്പൊ ഇവിടെ ഫ്രാക്ഷൻ റാഷണൽ നമ്പർ ചെയ്താലും അല്ലെ, 5 ഇൻറ്റു 1 ആണ് 5. ഹോൾ നമ്പേഴ്സിനെ ചെയ്താലും മൈനസ് ഇൻഡിജറിനെ ചെയ്താലും എല്ലാം ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സെയിം കിട്ടുന്നത്. അപ്പൊ എപ്പോഴും 1 ആയിരിക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, 0 ആയിരിക്കും അഡിറ്റീവ് ഐഡന്റിറ്റി. മാറിപ്പോയല്ലേ? മക്കളെ, വീഡിയോ കണ്ടിട്ട് ഇതെങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമല്ലോ. അപ്പൊ എന്നാലും വീഡിയോ കാണുക, ഇതൊന്ന് തന്നെ ചെയ്ത് നോക്കണം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഒക്കെ പഠിക്കാനാണ് കേട്ടോ, റാഷണൽ നമ്പേഴ്സിന്റെ. ഇപ്പൊ നമുക്ക് പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പൊ അത് പഠിക്കണ്ടേ? ഓക്കെ മക്കളെ, എന്നിട്ട് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.